മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളെക്കുറിച്ചിട്ട് നമ്മൾ ഏത് നിലയിലാണ് ഉള്ളത് എന്നറിയുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. വർഷം 1976. അന്ന് ഇന്ത്യയുടെ ഭരണഘടനയിലെ 42ാമത്തെ അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് മാഡം ഗാന്ധി, ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിലേക്ക് വരികയാണ്. അവരന്ന് ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ തുന്നിച്ചേർത്തു. ആ സമയത്ത് അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളത് കൊണ്ടുവന്നത്, എന്തിൻ്റെ ആവശ്യമാണത്? ആ സമയത്ത് പറഞ്ഞ വലിയൊരു ഉത്തരവുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നിട്ടുണ്ട്, മൗലികമായ അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ അവകാശങ്ങൾ ആസ്വദിക്കുന്ന നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ കർത്തവ്യങ്ങളും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതിൽ 51 ഏറ്റവും വലിയൊരു കർത്തവ്യത്തിൻ്റെ ഒന്നാണ്, 11 ഉള്ളതിലുള്ള ഒന്നാണ് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ നന്മക്ക്, സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന മാനസികാവസ്ഥയുടെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ആ പേരാണ് അപ്പതി. ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗാണ് ഡെസ്പെയർ, നിരാശ. ഒന്നിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നും. എൻ്റെ ലൈഫ് ഒരു ഉപകാരം ഇല്ലാത്തതായിട്ട് തോന്നും. അല്ലെങ്കിൽ ഞാൻ വെറുതെയാണെന്നുള്ള ഫീൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? നിങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാതിരിക്കും. പഠിക്കുന്ന കുട്ടികൾ പറയും എന്നെക്കൊണ്ട് പഠിക്കാൻ വയ്യ. ജോലി ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയും എന്നെക്കൊണ്ട് വയ്യ എന്നുള്ളത്. പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കും. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒതുങ്ങി കൂടി പോകും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യതലത്തിലെ ഏറ്റവും മോശമായ 3ാമത്തെ അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ബാക്കി 2 അവസ്ഥകളും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഇനിയും നിങ്ങളോട് പറയാനുള്ളത്, മറ്റ് മാനസികാവസ്ഥകൾ നമ്മൾ അറിയാനും അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനും വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ അതിൻ്റെ കൂടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങളെ മാറ്റിവെക്കുന്ന എന്താണോ അതിനെ തിരിച്ചടിക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ ധർമ്മം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.